ശബരിമലയിൽ ഇപ്പോൾ പോലീസ് ചീഫ് കോർഡിനേറ്ററുടെയും സ്പെഷ്യൽ ഓഫീസറുടെയും സെലക്ഷൻ ആര് നടത്തിയാലും അത് തെറ്റായ നടപടിയായാണ് മാറുന്നത്. ശബരിമല 18-ാം പടിയിൽ നിന്നുള്ള പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് വിവാദം സംഘപരിവാർ സംഘടനകൾക്കാണ് അവസരം നൽകുന്നത്. 18-ാം പടിയിൽ തിരിഞ്ഞുനിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചിത്രമെടുത്തത് തെറ്റായ നടപടിയായാണ് ഇപ്പോൾ വിവാദം കൊഴുക്കുന്നത്. തിങ്കളാഴ്ചയാണ് വിവാദ ഫോട്ടോ എടുക്കുന്നത്. ശബരിമല ഡ്യൂട്ടിക്ക് ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് 18-ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിവാദവും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. തന്ത്രി അടക്കമുള്ള ആചാര്യന്മാർ പോലും നടയടച്ചിറങ്ങുമ്പോൾ പുറകോട്ടാണ് ഇറങ്ങുന്നതത്രേ. ആചാരലംഘനം നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും അയ്യപ്പ വിശ്വാസികളായ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി VK ചന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ആചാരലംഘനം നടത്താൻ ഒത്താശ നൽകിയതിൽ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പിയും ജനറൽ സെക്രട്ടറി VR രാജശേഖരനും ആരോപിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ശബരിമലയിലെ പോലീസ് ചീഫ് കോർഡിനേറ്ററുടെ ചുമതലയുള്ള ADGP S ശ്രീജിത്ത് സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെങ്കിലും കുറ്റം സ്പെഷ്യൽ ഓഫീസറുടെ മാത്രം തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലെന്നാണ് പോലീസിനുള്ളിൽ ഉയർന്നിരിക്കുന്ന വിമർശനം. സംഭവത്തിൽ സ്പെഷ്യൽ ഓഫീസർക്കും ADGPക്കും തുല്യ ഉത്തരവാദിത്തമാണെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഫോട്ടോഷൂട്ട് വിവാദമായതോടെ സംസ്ഥാന പോലീസ് മേധാവിക്കും ഇനി ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. കാരണം DGP ഉൾപ്പെടെ ചില ഉന്നത കേന്ദ്രങ്ങൾ പ്രത്യേക താൽപ്പര്യമെടുത്താണ് ശ്രീജിത്തിന് പോലീസ് ചീഫ് കോർഡിനേറ്ററുടെ ചുമതല നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. മുൻപ് ശബരിമലയിൽ യുവതികളെ ഹെൽമറ്റ് ധരിപ്പിച്ച് പ്രവേശിപ്പിച്ച S ശ്രീജിത്തിനെ തന്നെ വീണ്ടും ശബരിമലയിലെ പോലീസ് ചുമതല നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊരു തെറ്റായ തീരുമാനമായാണ് CPM നേതാക്കളും വിലയിരുത്തുന്നത്. ശബരിമല സംബന്ധമായി എന്ത് വിവാദമുണ്ടായാലും പഴയ യുവതീ പ്രവേശന വിവാദം വീണ്ടും കുത്തിപ്പൊക്കി സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള അവസരമാണ് സംഘപരിവാർ സംഘടനകൾക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ലഭിച്ചിരിക്കുന്നതെന്ന അഭിപ്രായമാണ് ഇടതുപക്ഷ നേതൃത്വത്തിനുമുള്ളത്. പോലീസ് ചീഫ് കോർഡിനേറ്ററുടെ നിയമനം സംബന്ധിച്ച് അറിയില്ലെന്നും ഇതേക്കുറിച്ച് തൽക്കാലം ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നുമാണ് ഉന്നതനായ CPM നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് ശേഷം മടങ്ങുന്ന ആദ്യ ബാച്ച് പോലീസുകാർ 18-ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്ത സംഭവത്തിൽ വിയോജിപ്പുമായി പന്തളം കൊട്ടാരവും രംഗത്ത് വന്നിട്ടുണ്ട്. 18-ാം പടിയിൽ കൊടിമരത്തിന് പുറംതിരിഞ്ഞു നിന്ന് പോലീസ് സ്വാമിമാർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത സംഭവത്തിൽ കൊട്ടാരത്തിന്റെ ദുഃഖവും വിയോജിപ്പും അറിയിക്കുന്നതായാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ അറിയിച്ചിരിക്കുന്നത്. ശബരിമലയിൽ പ്രത്യേകിച്ച് 18-ാം പടിയിൽ കഴിഞ്ഞ 10 ദിവസമായി സ്തുത്യർഹമായി പോലീസ് സേവനം അനുഷ്ഠിച്ചു. ഇനി ഗ്രൂപ്പ് ഫോട്ടോ വിവാദം പോലെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും 18-ാം പടിയുടെ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്നും കൊട്ടാരം ആവശ്യപ്പെട്ടിരുന്നു. 18-ാം പടിയിലെ പോലീസ് സേവനം ഇത്തവണ ഏറെ പ്രശംസ നേടിയതുമായിരുന്നു. ഇതിൽ കയ്യടി കിട്ടുമ്പോഴാണ് പോലീസിനെ തേടി ഫോട്ടോ വിവാദമെത്തുന്നത്. സംഭവം വിവാദമായതിനെ തുടർന്നാണ് നടപടി. മണ്ഡലകാലത്തെ ആദ്യ പോലീസ് ബാച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് 25-ന് മലയിറങ്ങുകയായിരുന്നു. ഈ ബാച്ചിലുള്ളവരാണ് മടങ്ങും മുൻപ് 24-ന് ഉച്ചയ്ക്ക് 1:30-ന് 18-ാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ശ്രീകോവിലിനും കൊടിമരത്തിനും 18-ാം പടിക്കും പുറം തിരിഞ്ഞ് നിരന്നു നിന്നാണ് ചിത്രമെടുത്തിരിക്കുന്നത്. ആചാരലംഘനമായാണ് ഇതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഭക്തർക്ക് പോലും ഫോട്ടോ എടുക്കാൻ കർശന വിലക്കുള്ളപ്പോഴാണ് നിയമം പാലിക്കേണ്ട പോലീസ് പടിയിൽ കയറി നിന്ന് ചിത്രമെടുത്തതെന്നാണ് വിവാദം. മുമ്പൊരിക്കലും ഇത്തരത്തിൽ ഫോട്ടോ എടുത്തിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്.